ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ഒരു ബാലൻസ് എന്നോണം നമ്മുടെ +1 +2 എക്സാംസുകളുടെ സ്റ്റഡി പ്ലാൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ +1 എക്സാമിൻ്റെ സ്റ്റഡി പ്ലാനാണ്, അതായത് ഫുൾ എക്സാമിൻ്റെ +1 സയൻസ് എക്സാംസുകളുടെ സ്റ്റഡി പ്ലാനാണ്. ഇതുപോലെ തന്നെ നമുക്ക് കൊമേഴ്സ് എടുത്തിട്ടുള്ളവർക്കും ഒക്കെ ഇതുപോലെ സ്റ്റഡി പ്ലാൻസ്, ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുള്ളവർക്കും ഒക്കെ ഇതുപോലെ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാനിവിടെ +1 സയൻസ് എക്സാംസിൻ്റെ സ്റ്റഡി പ്ലാൻസ് ആണ്, ടൈം ടേബിൾ അനുസരിച്ചുള്ള മെയിൻ എക്സാമിൻ്റെ സ്റ്റഡി പ്ലാനാണ്, അതിനിടയിലുള്ള ടൈം എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു സ്റ്റഡി പ്ലാനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഓരോ കുട്ടികൾക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഇഷ്ടങ്ങളാണ്, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാലിബേഴ്സുകളാണുള്ളത്. അപ്പോൾ അവർക്കനുസരിച്ച് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് ഈ ടൈം ടേബിൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജീസിൽ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിൽ വ്യത്യാസം വരാം. സ്വാഭാവികമായിട്ട് ഇതിപ്പം എൻ്റേതായിട്ടുള്ള രീതിയിലൊരു പെർസ്പെക്റ്റീവിൽ ഞാൻ തയ്യാറാക്കിയ ഒരു ടൈം ടേബിളാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇത് ആപ്ലിക്കബിൾ ആകണം എന്നില്ല. കാരണം ഓരോരുത്തർക്കും പ്രയാസമായിട്ടുള്ള സബ്ജക്ട്സുകൾ വ്യത്യാസമാണ്. ഇപ്പം സാധാരണഗതിയിലും ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, സയൻസ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പോലുള്ള സബ്ജക്ട്സുകൾ പാടായിരിക്കും. അതേസമയം ആ കുട്ടികൾക്ക് നന്നായിട്ട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് മലയാളം ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമയം ഈ പറയുന്ന ഇംഗ്ലീഷ് മലയാളം പഠിച്ച് സമയം കളയാതിരിക്കാൻ, കാരണം അവർക്ക് അറിയാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് അവർ അതിൽ കുറേ കൂടി ഇൻവെസ്റ്റ് ചെയ്യാതെ പാടായിട്ടുള്ള സബ്ജക്റ്റിൽ ടൈം കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഞാനിവിടെ എല്ലാവർക്കും ജനറലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടേബിളാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാം അനുസരിച്ച് ഒരു മാർച്ച് മാസം നമുക്ക് എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് +1 കുട്ടികൾക്ക് ഉപയോഗിക്കാം, +1 സയൻസ് കുട്ടികൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ടൈം ടേബിൾ മേക്കിങ്ങിലൂടെ പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ അല്ല. നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള രീതിയിലുള്ള ഒരു മാറ്റം വരുത്താം. ഞാനൊരു ജനറൽ ഒരു ഐഡിയ മാത്രമാണ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ തെറ്റ് കാണും, കാരണം ഓരോ കുട്ടികൾക്കും ഇത് ആപ്ലിക്കബിൾ ആവത്തില്ല. ആ വ്യത്യാസങ്ങൾ അനുസരിച്ച് വേണം ഇത് കാണാനായിട്ട്. ഓക്കെ, ഇത് അൾട്ടിമേറ്റ് ആണെന്ന് ചിന്തിക്കരുത്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, 24-ാം തീയതി നമ്മുടെ മോഡൽ എക്സാം കഴിയാണ്. +1 കുട്ടികൾക്ക് 24-ന് അവരുടെ മോഡൽ എക്സാം എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ മോഡൽ എക്സാമിന് പോലും ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ മോഡൽ എക്സാം പോലും ഞാൻ നന്നായിട്ട് പഠിച്ച് അറ്റൻഡ് ചെയ്ത കുട്ടികളല്ല. എങ്കിലും പേടിക്കേണ്ട, നമുക്ക് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ മാക്സിമം അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, ടൈം മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന എക്സാംസുകളെല്ലാം നല്ല മാർക്കോടുകൂടി പാസ്സായി പോകാനായിട്ട് പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി കിട്ടുന്ന ടൈം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് എഫക്റ്റീവായിട്ടുള്ള ടൈം ടേബിളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ +1 കുട്ടികൾക്ക് 24-ന് എക്സാം കഴിഞ്ഞു. പിന്നീട് അടുത്ത എക്സാം, അതായത് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 5-ാം തീയതിയാണ്, അതായത് മാർച്ച് 5-നാണ് ഇംഗ്ലീഷ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അത് കഴിഞ്ഞാൽ മാർച്ച് 11-ന് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ചിലർ മലയാളം എടുത്തിരിക്കും, ചിലർ ഹിന്ദി എടുത്തിരിക്കും, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും 11-നാണ് സെക്കൻഡ് ലാംഗ്വേജ്, 13-ന് കെമിസ്ട്രി, അതുപോലെ തന്നെ 16-ന് ബയോളജി, ഈ 23-ന് ഫിസിക്സ്, 27-ന് മാത്സ് ആണ്. ഇങ്ങനെയാണ് ഒരു എക്സാം പാറ്റേൺ വന്നിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഉള്ളൊരു പ്രശ്നം, നമുക്ക് ഈ പറയുന്ന മലയാളം കഴിഞ്ഞ് കെമിസ്ട്രി വരുമ്പോൾ ഒരു ദിവസമേ പഠിക്കാൻ കിട്ടുന്നുള്ളൂ. 11-ാം തീയതി മലയാളം കഴിഞ്ഞാൽ, മലയാളം മീൻസ് സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 13-ാം തീയതി കെമിസ്ട്രി വരികയാണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് കെമിസ്ട്രി കംപ്ലീറ്റ് പഠിക്കാനായിട്ട് പറ്റത്തില്ല. പുതുതായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മാത്രമല്ല, കെമിസ്ട്രി കഴിഞ്ഞിട്ട് അടുത്ത ബയോളജി വരുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അതായത് 13-ാം തീയതി കെമിസ്ട്രി, അത് കഴിഞ്ഞ് 14, 15, 16 ബയോളജി എക്സാം ആണ്. അപ്പോൾ ഈ 14, 15 കൊണ്ട് സുവോളജിയും ബോട്ടണിയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈവൻ റിവിഷനുള്ള ടൈം മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അപ്പോഴും ഫുള്ള് പഠിക്കാനായിട്ട് ഇരിക്കാനായിട്ട് പറ്റത്തില്ല. അതേസമയം ബയോളജി കഴിഞ്ഞ് ഫിസിക്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് 6 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ഈ 6 ദിവസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നമുക്ക് ഫിസിക്സ് വേണമെങ്കിൽ പഠിച്ചെടുത്ത് റിവിഷനും കഴിഞ്ഞ് നമുക്ക് പോകാനുള്ള ഒരു ടൈം ഉണ്ട്, ഇനി പഠിച്ചാലും ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫിസിക്സ് കഴിഞ്ഞ് മാത്സിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം ഒരു 3 ദിവസമുണ്ട്. അത് പോരാ എങ്കിൽ പോലും അത്യാവശ്യം 3 നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ചിലതിന് കൂടുതൽ ടൈം കിട്ടുന്നുണ്ട്, ചിലതിന് കൂടുതൽ ടൈം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരും. അപ്പം ഞാൻ അതെല്ലാം കൂടി ഒന്ന് ഓവറോൾ നോക്കിയിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മിക്കവാറും കുട്ടികൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ഈ പറയുന്ന മലയാളം അത്യാവശ്യം, മലയാളം മീൻസ് സെക്കൻഡ് ലാംഗ്വേജ് അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ അറിയുന്ന കുട്ടികളായിരിക്കും. പ്രത്യേകിച്ച് മലയാളമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കയ്യിൽ നിന്ന് എഴുതാനൊക്കെ പറ്റുന്ന കുട്ടികളാണ്. കാരണം ലാംഗ്വേജ് നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഫ് ഉള്ളതായിരിക്കും മലയാളം പോലുള്ള. മലയാളം ചിലർക്ക് ഹിന്ദി ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ സെക്കൻഡ് ലാംഗ്വേജ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷും കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ മിക്കവാറും കുട്ടികൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷും നല്ല അത്യാവശ്യം കംഫർട്ടബിൾ ആയിരിക്കത്തില്ല പഠിക്കാനായിട്ട്. പിന്നെ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബയോളജി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതിൽ തന്നെ ചിലർക്ക് സുവോളജി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം നമ്മുടെ മനുഷ്യ ശരീരത്തെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. സുവോളജി ചിലർക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളും അവിടെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ ഒരു എക്സാം പ്ലാൻ നമ്മൾ തയ്യാറാക്കണം. ഇത് മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇതിൽ നമ്മുടേതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ നോക്കി, 24-ാം തീയതി എക്സാം കഴിഞ്ഞു. ഞാനിപ്പോൾ 25, 26, 27, 28 ദിവസങ്ങൾ എടുക്കുകയാണേ. അപ്പോൾ അതിനകത്ത് 25, 26, 27 പഠിക്കാനായിട്ട് നിങ്ങൾ ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കാനായിട്ട് എടുക്കുക. അതായത് ഈ 3 ദിവസം 25, 26, 27 ദിവസങ്ങൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ബയോളജിയും കെമിസ്ട്രിയും മിക്സപ്പ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക.
അപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, മിക്സപ്പ് ചെയ്ത് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സാമിനോട് അടുത്ത ദിവസങ്ങളല്ല. അപ്പോൾ എക്സാമിനോട് അടുത്ത ദിവസങ്ങളിൽ ഒരിക്കലും നിങ്ങൾ 2-3 സബ്ജക്ട്സുകൾ മിക്സ് ചെയ്ത് പഠിക്കാതിരിക്കുക. അപ്പോൾ എക്സാമിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഏതാണോ അടുത്ത എക്സാം അതിന് വേണ്ടിയിട്ട് മാത്രം പഠിക്കുക അടുത്തടുത്ത ദിവസങ്ങളിൽ. ഇത് എക്സാമിന് ഒരു കുറച്ച് ദിവസം മുന്നെയാണ് ഈ പറയുന്ന ബയോളജിയും കെമിസ്ട്രിയും പഠിച്ചു വെക്കാനായിട്ട് പറയുന്നത്. 25, 26, 27 ദിവസങ്ങളിൽ ബയോളജിയോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ മിക്സ് ചെയ്ത് പഠിച്ചു വെക്കുക. അതായത് ഈക്വൽ പ്രയോറിറ്റി കൊടുത്ത് പഠിച്ചു വെച്ചിരിക്കുക. സമയം ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ബയോളജി അതുപോലെ കെമിസ്ട്രി പഠിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. പോർഷൻസ് കവർ ചെയ്ത് വെക്കാനായിട്ട്, ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ പോർഷൻസ് കവർ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ഒരു ദിവസമാണ് 28-ാം തീയതി. അത് 28-ലോട്ട് വരാം. അപ്പോൾ അതിന് മുൻപ് ഇനി എടുത്ത എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെയാണ്. 5-ാം തീയതിയാണ് ഇംഗ്ലീഷിൻ്റെ എക്സാം. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ഇട്ടൊന്ന് ചോദിക്കുക, മനസ്സിലാവാത്ത പോർഷൻ ഏതാണെന്നേ. അപ്പോൾ 5-ാം തീയതി ഇംഗ്ലീഷാണ്. അപ്പോൾ 5-ാം തീയതി ഇംഗ്ലീഷ് ആകുമ്പോൾ ഞാനിപ്പോൾ 1-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 1, 2, 3, 4 ഞാൻ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ 1, 2, 3, 4 ദിവസം ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. അപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ 4 ദിവസം ഇംഗ്ലീഷിന് പോരാന്നുണ്ടെങ്കിൽ 28 കൂടി ഇംഗ്ലീഷിലേക്ക് മാറ്റി വയ്ക്കുക. 28-ാം തീയതി കൂടി ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിന് ഇത്ര ദിവസം വേണ്ട, 4 ദിവസം വേണ്ട, അല്ലെങ്കിൽ 4 അതിൽ കൂടുതലോ ദിവസം വേണ്ടാന്നുണ്ടെങ്കിൽ ഈ 28-ാം തീയതി കൂടി ഇംഗ്ലീഷ് പഠിക്കാതെ ബയോളജിയും കെമിസ്ട്രിയും കൂടി ഡിവൈഡ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണോ? ഇനി ഇംഗ്ലീഷ് 1, 2, 3, 4 നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഇനി അതിലും നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താം. അതിലും നമുക്ക് ഈ പറയുന്ന 4 ദിവസം വേണ്ട, 3 ദിവസം മതി ഇംഗ്ലീഷ് പഠിക്കാന്നുണ്ടെങ്കിൽ 2, 3, 4 മാത്രം ഇംഗ്ലീഷ് പഠിക്കാം. 1-ാം തീയതി വീണ്ടും നമ്മൾ ഈ പറയുന്ന ബയോളജിയോ കെമിസ്ട്രിയോ ഒക്കെ പഠിക്കാനായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം, നമ്മൾ എക്സാമിനോട് അടുത്ത്, അതായത് 5-ാം തീയതി നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ആണ്. അപ്പോൾ അതിന് 2-3 ദിവസം മുന്നേ തന്നെ നമ്മൾ ഇംഗ്ലീഷ് മാത്രമേ പിന്നെ പഠിക്കാവൂ. ഇപ്പോൾ 2, 3, 4-ാം തീയതി ഒക്കെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് മാത്രമേ പഠിക്കാവൂ. ഇപ്പോൾ നമ്മൾ ബോറടിക്കും, ശരിയാണ്. ഒരു സബ്ജക്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ 3 ദിവസം തന്നെ പഠിക്കുന്നത് ബോറടിക്കും. പക്ഷേ ഇവിടെ നമ്മൾ നമ്മുടെ ബോറടിക്ക് ഒരു പ്രസക്തിയില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിക്കവാറും ഉള്ളവർ പറയും ബോറടി മാറ്റാൻ വേണ്ടി മിക്സഡ് ആയിട്ട് സബ്ജക്റ്റുകൾ പഠിക്കുക എന്നുള്ളൊരു കാര്യം പറയും. പക്ഷേ ഞാൻ ഇവിടെ എക്സാമിൻ്റെ സമയത്ത് ഒരിക്കലും ഈ പറയുന്ന മിക്സഡ് സ്ട്രാറ്റജി ചെയ്യാനായിട്ട് പറയത്തില്ല. കാരണം ഒന്നാമത് ഇപ്പം ഈ പറയുന്ന കെമിസ്ട്രി ഫിസിക്സും ഒക്കെ ഒരുമിച്ച് പഠിക്കുമ്പോൾ കെമിസ്ട്രി ഏതാ ഫിസിക്സ് ഏതാണെന്ന് അറിഞ്ഞൂടാത്തൊരവസ്ഥ വരും. അതുപോലെ തന്നെ ഇപ്പം ഇവൻ സുവോളജി ബോട്ടണി തന്നെ ഒരുമിച്ച് പഠിച്ചിട്ട് സുവോളജി എന്നുള്ള പോർഷൻ ഏതാ ബോട്ടണി എന്നുള്ള പോർഷൻ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും. അപ്പോൾ ഇത് കലർന്നു പോകും. എന്തായാലും നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ മുന്നേ പഠിച്ച കെമിസ്ട്രി ഒക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും. അപ്പോൾ അതുകൊണ്ട് ഇത് മിക്സ് ചെയ്ത് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിനാണ് ഞാൻ പറയുന്നത് 2, 3, 4 ദിവസങ്ങൾ ഇംഗ്ലീഷിന് തന്നെ മാറ്റി വയ്ക്കുക. ഇവൻ അത് പോരാന്നുണ്ടെങ്കിൽ 1 മുതലുള്ള ദിവസങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. ഓക്കെ, ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഡേറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വെച്ച് നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റി മാറ്റി കൊടുക്കാം. ഓക്കെ ആണോ? ഇനി 5-ാം തീയതി ഉച്ചയ്ക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാം കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമുക്ക് പിന്നീട് 6 മുതൽ 10 വരെ പഠിക്കാനുള്ള ടൈമുണ്ട്. 11-ാം തീയതി മലയാളം എക്സാം ഉള്ളൂ. മലയാളം മീൻസ് സെക്കൻഡ് ലാംഗ്വേജ് എക്സാം ഉള്ളൂ. അപ്പോൾ 6, 7, 8, 9, 10 നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാനുള്ള ടൈമുണ്ട്. അപ്പോൾ മിക്കവാറും കുട്ടികൾക്ക് ഈ പറയുന്ന സെക്കൻഡ് ലാംഗ്വേജ് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇത്രയും ദിവസം നമുക്ക് സെക്കൻഡ് ലാംഗ്വേജിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. മിക്കവാറും കുട്ടികളെ കണ്ട ഒരു രീതി അനുസരിച്ച് സെക്കൻഡ് ലാംഗ്വേജിന് ഇത്ര ദിവസം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എഴുതി ഞാൻ ഒരു ലാംഗ്വേജിനെയും ചെറുതായിട്ട് പറയല്ല. നമ്മുടെ ഒരു എബിലിറ്റി അനുസരിച്ച് നമ്മൾ പണ്ടോട്ടേ പഠിക്കുന്നതുകൊണ്ട് സെക്കൻഡ് ലാംഗ്വേജിന് അത്ര ടൈം നമ്മൾ എടുക്കുന്നില്ല. കുട്ടികൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം 8, 9, 10 ദിവസങ്ങൾ മാത്രം മലയാളം പഠിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. 3 ദിവസം എന്ത് പഠിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുക? മലയാളം പഠിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ചിലർക്ക് 3 ദിവസം വേണ്ട, 2 ദിവസം മതി എന്നുണ്ടെങ്കിൽ 9ഉം 10ഉം മലയാളം പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. അപ്പം കഴിവതും 8, 9, 10 3 ദിവസം മലയാളത്തെ നമുക്ക് എല്ലാം എളുപ്പമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാ എളുപ്പമാണെന്ന് കരുതി തള്ളിക്കളയാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് 8, 9, 10 ദിവസങ്ങൾ മലയാളം പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. കാരണം 11-ാം തീയതി മലയാളം എക്സാം ആണല്ലോ. മലയാളം മീൻസ് സെക്കൻഡ് ലാംഗ്വേജ് എക്സാം ആണല്ലോ. ഇനി അതിന് മുന്നേ ഉള്ള 6, 7 ദിവസങ്ങൾ, 5-ൽ ഇംഗ്ലീഷ് കഴിഞ്ഞു, പിന്നെ 6, 7 ദിവസങ്ങൾ നമ്മൾ കെമിസ്ട്രി വീണ്ടും പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, കെമിസ്ട്രി പഠിക്കുക. അത് കഴിഞ്ഞ് 11-ാം തീയതി മലയാളം എക്സാം കഴിയാണ്. മലയാളം എക്സാം കഴിഞ്ഞ് പിന്നെ ഒരു ദിവസമേ ഉള്ളൂ നമുക്ക് കെമിസ്ട്രി പഠിക്കാനായിട്ട്. ഈ സമയത്ത് നമ്മൾ മുന്നേ 25, 26, 27, 28 ഒക്കെ കെമിസ്ട്രി പഠിച്ചു. പിന്നെ 6, 7 ഒക്കെ കെമിസ്ട്രി പഠിച്ചു. അതെല്ലാം കൂടി വെച്ച് റിവിഷൻ നടത്താനുള്ള ഒരു ടൈം മാത്രമേ 12-ാം തീയതി നമ്മൾ എടുക്കാവൂ. ഓക്കെ ആണോ? 12-ാം തീയതി ഇനി പുതുതായിട്ട് കുറേ പഠിച്ചു വെക്കാനായിട്ടുള്ള ടൈം എടുക്കരുത്. അപ്പോൾ അങ്ങനെ റിവിഷൻ നടത്തി 13-ാം തീയതി കെമിസ്ട്രി എക്സാമും കഴിയുന്നു. പിന്നെ 14ഉം 15ഉം ദിവസമുണ്ട്. അത് കഴിഞ്ഞ് 16-നാണ് ബയോളജി എക്സാം. അപ്പോൾ നമ്മൾ വീണ്ടും ഈ പറയുന്ന ബയോളജി മുന്നേ പഠിച്ചിട്ടുണ്ടല്ലേ? ബയോളജി 25, 26, 27, 28 ഒക്കെ എടുത്ത് നമ്മൾ ബയോളജിയും പഠിച്ചു വെച്ചിട്ടുണ്ട്. കെമിസ്ട്രിയോടൊപ്പം നമ്മൾ ബയോളജിയും പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന 14-നും 15-നും സുവോളജി ബോട്ടണി റിവിഷൻ ചെയ്യാനായിട്ട് എടുക്കുക. ഈക്വൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് സുവോളജിയും ബോട്ടണിയും കൂടി റിവിഷൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? 16-ാം തീയതി ബയോളജി എക്സാം പോയി എഴുതുകയാണ്. എഴുതി കഴിഞ്ഞല്ലോ. പിന്നീട് ഒരു നീണ്ട ഗ്യാപ്പ് ഉണ്ടല്ലേ? പിന്നെ 16-ാം തീയതി ബയോളജി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 17 മുതൽ 22 വരെ 6 ദിവസം നമുക്ക് എക്സാം ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ 23-നാണ് ഫിസിക്സ് എക്സാം ഉള്ളത്. അപ്പോൾ അത്യാവശ്യം സമയമുണ്ട്. അപ്പോൾ ഫിസിക്സ് അത്രയും ടഫായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ 17 മുതൽ 22 വരെ നമുക്ക് വേണമെങ്കിൽ ഫിസിക്സ് പഠിക്കാം. പക്ഷേ ഞാൻ അത് പറയുന്നില്ല. ഒരു 18 മുതൽ 22 വരെ 5 ദിവസം നമ്മൾ ഫിസിക്സ് പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ 18, 19, 20, 21, 22 5 ദിവസം നമ്മൾ ഫിസിക്സ് പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ ആണോ? അപ്പം നമ്മൾ ആദ്യത്തെ ദിവസം 17 നമ്മൾ പറഞ്ഞില്ല. 18 തൊട്ടാണ് നമ്മൾ ഫിസിക്സ് പഠിക്കുന്നതെങ്കിൽ 17 നമ്മൾ
ഇനി ഫിസിക്സ് കഴിഞ്ഞ് വരാൻ പോണ മാത്സിന് കൂടി സമയം കൊടുക്കുക. അതായത് 17 നമ്മൾ എന്ത് ചെയ്യുക, മാത്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഫിസിക്സ് കുറച്ച് എളുപ്പമാണ്, മാത്സ് ആണ് പാടെങ്കിൽ 18 കൂടി എന്തിനേക്ക് മാറ്റി വയ്ക്കുക, മാത്സ് പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പകുതി കൂടി മാറ്റി വയ്ക്കുക, 18ന്റെ ഉച്ച വരെ കൂടി മാറ്റി വയ്ക്കുക. അങ്ങനെ നമുക്ക് പഠിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ഈ 17 മാത്സിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസം നമുക്ക് ഫിസിക്സ് പഠിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് തലേ ദിവസം റിവിഷനും ചെയ്ത് പോകാനായിട്ട് പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഫിസിക്സ് 23 കഴിയുന്നു, 24, 25, 26 മാത്സ് പഠിച്ചിട്ട് മാത്സ് 27 മാത്സിന്റെ എക്സാം നമുക്ക് കഴിയാണ്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ഒരു ടൈം ടേബിൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇവിടെയും ഞാൻ പറയുന്നു, ഓരോരുത്തർക്കുമുള്ള ടഫ്നെസ് വ്യത്യാസമാണ്, ഓരോ സബ്ജക്റ്റിനോടുള്ള അപ്രോച്ച് വ്യത്യാസമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇതിനകത്ത് എന്ത് ചെയ്യുക, മാറ്റങ്ങൾ കൊണ്ടുവരിക. ഓക്കെ ആണോ? ഇനി ടൈം ഓഫ് സ്റ്റഡി എപ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിനെ മാക്സിമം നമുക്കൊരു 12 മണിക്കൂറെങ്കിലും നമ്മൾ പഠിക്കണം. ഇപ്പം നമ്മൾ ഈ ഒരു 30 ദിവസം മതിയല്ലോ, ഇത്രയും നമ്മൾ പഠിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ 30 ദിവസം നമ്മളൊരു 12 മണിക്കൂറെങ്കിലും പഠിക്കണം. ആ സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് വേണം, പ്രോപ്പർ ആയിട്ടുള്ള ഫുഡിങ്സ് വേണം, പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് വേണം. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു ജനറലൈസ് ചെയ്തൊരു ടൈം ടേബിളാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് ഫോളോ ചെയ്യാം, അത് പറ്റാത്തവർക്ക് വിട്ടുകളയാം. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ടൈം ടേബിൾ, ഒരു ടൈം സെറ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ മതിയാവും. ഞാൻ ജനറലൈസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ടൈം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. ഇപ്പോൾ മോർണിംഗ് പേഴ്സൺ ആണ്, നമുക്ക് 5 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ ഗുഡാണ്, അത് അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കുക. ഞാൻ കഴിവതും പറയുന്നത്, ഈവൻ നമ്മളൊരു മോർണിംഗ് പേഴ്സൺ അല്ലെങ്കിൽ കൂടിയും എക്സാം ടൈമിൽ നമുക്ക് അത്യാവശ്യം എഫേർട്ട് ഇട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടൈം കിട്ടുമല്ലോ. അപ്പോൾ 5 മണിക്ക് ഞാൻ എഴുന്നേൽക്കുന്നു, 5:30 വരെ അത്യാവശ്യം നമ്മുടെ മോർണിംഗ് റുട്ടീൻസ് ഒക്കെ ചെയ്യുന്നു, നമുക്ക് ഫ്രഷ് ആവാനുള്ള ടൈമൊക്കെ എടുക്കുന്നു. എടുത്തിട്ട് 5:30 ആകുമ്പോഴത്തേക്കും നമ്മളൊരു നല്ല ചായയൊക്കെ കുടിച്ച് നല്ല ഫ്രഷ് മൈൻഡോടുകൂടി 5:30ക്ക് പഠിക്കാനിരുന്ന് നമുക്കൊരു 7 വരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിരുന്ന് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് ഒക്കെ റിലാക്സ് ചെയ്ത് നമുക്കൊരു 8:30 വരെ വീണ്ടും പഠിക്കാം. ഓക്കെ, 5:30 മുതൽ 8:30 വരെ ഏകദേശം നമുക്കൊരു 3 മണിക്കൂറോളം പഠിക്കാനുള്ള ടൈമായിട്ട് കിട്ടും. ആണോ? എന്നിട്ട് 8:30ക്ക് നമുക്കൊന്ന് വീണ്ടും ഒരു ഫ്രഷപ്പ് ആവാനുള്ള 8:30 മുതൽ 9:30 വരെ 1 മണിക്കൂർ നമ്മൾ വീണ്ടും ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ യോഗയും അങ്ങനെയൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ചെയ്ത് ഒന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് ഫാമിലി ടൈം ഒക്കെ ചെയ്ത് അങ്ങനെ വീണ്ടും നമ്മൾ 9:30ക്ക് വീണ്ടും പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. 9:30 മുതൽ നമുക്കൊരു 11:30 വരെ, 11:30 വരെ, 9:30 മുതൽ ഒരു 11:30 വരെ വീണ്ടും നമ്മളിരുന്ന് പഠിക്കുകയാണ്. ഒരു 2 മണിക്കൂർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് പഠിക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് നമ്മൾ ഒരു 11:30ക്ക് പഠിച്ച് കഴിഞ്ഞ് 11:30ക്ക് പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 12 മണി, ഒരു അരമണിക്കൂർ ഒന്ന് റിലാക്സ് ചെയ്ത് പോയി വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായി അരമണിക്കൂർ റിലാക്സ് ചെയ്ത് വീണ്ടും 12 മണിക്ക് പഠിക്കാനിരിക്കുകയാണ്. ഒരു 1:30 വരെ പഠിക്കുന്നുണ്ട്. ഒരു 1:30 മണിക്കൂർ വീണ്ടും പഠിക്കുകയാണ്. 1:30 വരെ പഠിക്കുന്നു. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നു. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിക്കണ്ടേ? അപ്പം ഫുഡൊക്കെ കഴിക്കുന്നവർ ഫുഡ് കഴിക്കുക. പിന്നെ നോമ്പ് പിടിച്ചവർ കാണും. അപ്പോൾ അവർക്ക് ആ ഒരു ടൈമും കൂടി എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അല്ലാത്തവർക്ക് ഫുഡൊക്കെ കഴിച്ച് 1:30ക്ക് ഫുഡൊക്കെ കഴിച്ച് വേണമെങ്കിൽ ഒരു ചെറിയ നാപ്പൊക്കെ എടുത്ത് ചെറിയൊരു ഉറക്കമൊക്കെ എടുത്തിട്ട് 1:30 തൊട്ട് 2:30 വരെ അങ്ങനെ നമുക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫോണൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം, ജസ്റ്റ് നമ്മുടെ എന്തെങ്കിലും മെസ്സേജസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള ഒരു ടൈം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഒരു 1:30 തൊട്ട് 2:30 വരെ അങ്ങനെ നിങ്ങൾ റിലാക്സ് ആവാൻ വേണ്ടി ഉപയോഗിക്കുക. എന്നിട്ട് 2:30 തൊട്ട് ഒരു 5:30 വരെ ഒരു 3 മണിക്കൂർ പഠിക്കാം. ഇവൻ ഈ പഠിക്കുന്ന സമയം ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയല്ല, മറിച്ച് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 1 മണിക്കൂറൊക്കെ പഠിച്ചിട്ട് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. എന്ന് എഴുതി ഓരോ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കരുത്. അപ്പം നമ്മളൊരു പോർഷനൊക്കെ പഠിച്ച് അത്യാവശ്യം ഒന്ന് റിലാക്സ് ആയി എഴുന്നേറ്റ് നിന്നിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒരു 5 മിനിറ്റൊക്കെ ബ്രേക്ക് എടുക്കാം. അങ്ങനെ ഒരു 5:30 വരെ നമ്മൾ 3 മണിക്കൂർ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 5:30 മുതൽ 7 മണി വരെ നമുക്കൊരു ഫ്രഷ് ആവാനൊക്കെ ഉള്ള ഒരു ടൈമാണ്. ഈവനിങ് കുളിക്കാനൊക്കെ ഉള്ള ടൈം. ഇപ്പോൾ നോമ്പ് പിടിച്ചവർക്കാണെങ്കിൽ അത് മുറിച്ച് ഫുഡൊക്കെ കഴിക്കാനുള്ള ടൈം അതൊക്കെ എടുക്കാം. എടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും നമ്മൾ പഠിക്കാനിരിക്കുകയാണ്. 7 മണി തൊട്ട് 8 മണിക്കൂർ കണ്ടിന്യൂസ് നമ്മൾ 1 മണിക്കൂർ പഠിച്ചു എന്നിരിക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫുഡൊക്കെ കഴിക്കാനുള്ളവർ, നൈറ്റ് ഫുഡൊക്കെ കഴിക്കാനുള്ളവർ അത് കഴിച്ചിട്ട് ഒരു ഫ്രഷ് ആവാനുള്ളവരൊക്കെ ഫ്രഷ് ആയി ഒരു 9 മണി തൊട്ട് വീണ്ടും നമ്മളൊരു 10:30, 11 മണി വരെ ഇരിക്കാൻ പറ്റുന്നവർ 10, 10:30, 11 മണി വരെ നമ്മൾ പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം നമ്മളൊരു 12 മണിക്കൂർ ഒരു സ്റ്റഡി പ്ലാനാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താം. എനിവേ എന്തൊക്കെ പറഞ്ഞാലും അത്യാവശ്യം നല്ലൊരു ടൈമിൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, പഠിക്കാൻ വേണ്ടി മാത്രം ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നമ്മൾ 10, 10:30ക്ക് കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങുക. ഉറങ്ങിയതിന് ശേഷം നമ്മൾ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരു 10, 10:30 അടുപ്പിച്ച് എന്തായാലും ഉറങ്ങുക മീൻസ് നമുക്കൊരു 6 to 7 മണിക്കൂർ കൃത്യമായിട്ടുള്ള ഉറക്കം വേണം. നമ്മൾ ഈ പഠിത്തം മാത്രമായിട്ട് ആ സ്ട്രെസ് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടരുത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടണം. ഇത്ര മണിക്കൂർ 6, 7 മണിക്കൂർ അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അത് നമ്മുടെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ നല്ല ഫുഡുകൾ കഴിക്കാം. അതുപോലെ ഈ സമയത്ത് ബേക്കറി ഫുഡുകളൊന്നും വാരി വലിച്ച് കഴിച്ച് വയറൊന്നും കേടാക്കാതെ നല്ല ഫുഡുകൾ കഴിക്കുക. അത്യാവശ്യം റിലാക്സ് ആയിട്ടിരിക്കാം. അൺവാണ്ടഡ് ആയിട്ടുള്ള ന്യൂസുകളും മെസ്സേജസുകളും ഇതുപോലെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ചുറ്റിനുള്ള സ്ട്രെസ് ഒന്നും നമ്മൾ തലയ്ക്കകത്തെടുത്ത് വെക്കരുത്. അങ്ങനെ വെക്കാതെ അത്യാവശ്യം വള്ളികളൊന്നും കൈ കയറി പിടിച്ച് വെക്കാതെ അത്യാവശ്യം റിലാക്സ് ആയിട്ടിരുന്ന് പഠിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് നല്ല മാർക്സുകൾ, അതും ഇവൻ ഒരു A+നോട് അടുപ്പിച്ച് അല്ലെങ്കിൽ ഈവൻ A+ തന്നെ ഇനി പഠിച്ച് നമുക്ക് നേടാനായിട്ട് പറ്റും. അത്തരത്തിൽ നല്ല മാർക്സ് നേടാൻ എല്ലാവർക്കും പറ്റട്ടെ. ഓക്കെ, ഇതെല്ലാം ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.